നേതൃത്വം കൊടുക്കണമെന്നും ലീഡ് ചെയ്യണമെന്നും അത്തരത്തിലൊക്കെ എന്നോട് പറയേണ്ട ആളുകൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നതും. പിന്നീട് ഒരു മാറ്റം ഉണ്ടായത് എന്താണെന്നുള്ളത് വിശദീകരിക്കേണ്ടത് മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്ത ആളുകളാണ്. എനിക്ക് അതിനകത്ത് ഒരു ഉത്തരവില്ല. പിന്തുണ എല്ലാ സമയത്തും നേതാക്കന്മാരുടെയും സാധാരണ കോൺഗ്രസ്സുകാരുടെയും ഒക്കെ ഉണ്ട്. അത് മത്സരിക്കുന്ന സമയത്തും മത്സരിച്ചതിന് ശേഷവും അതിന് മുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊപ്പം ആണല്ലോ. കോൺഗ്രസിനോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനപ്പുറമായിട്ട് വേറൊന്നുമില്ല. എല്ലാ പിന്തുണയും ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. പിന്തുണ അങ്ങനെയല്ല, ഒരു അവസരം നിഷേധിക്കുന്നു, അതിന് പിന്നാലെ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. അവർക്കിടയിൽ പോലും അതിനൊരു അതിർത്തി ഉണ്ട് എന്നുള്ളതാണ്. അവസരങ്ങൾ നിഷേധിക്കുന്ന എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു തീരുമാനം വരുന്നതിന് പല പല കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഇതൊരു UDFന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത്. ആ ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായി ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ ജയിച്ചു വന്ന 46 കൗൺസിലർമാരോടൊപ്പമാണ് ഞാൻ. ഇപ്പോൾ തീരുമാനിക്കപ്പെട്ട രണ്ട് മേയർമാരുണ്ടല്ലോ, 2 പേരോടും ഉള്ള എൻ്റെ എല്ലാ പിന്തുണയും അഭിവാദ്യവും KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുണ്ട്. അവർ നന്നായി പ്രവർത്തിക്കും. അവർക്ക് വേണ്ട എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. തെരഞ്ഞെടുപ്പിന് മുമ്പേ കേട്ട പേര് മാത്രമല്ല, അങ്ങനെ ഒരു ഉറപ്പിലായിരുന്നു. അതായത് ദീപ്തി മേരി വർഗീസ് മേയർ എന്നുള്ള ഉറപ്പിലാണ് മുന്നോട്ട് പോയത്. പിന്നെ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ നേരിട്ടത്, അല്ലെങ്കിൽ എവിടെയാണ് പിന്തുണ കുറഞ്ഞത്? എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ നേതൃത്വം കൊടുക്കണമെന്നും ലീഡ് ചെയ്യണമെന്നും അത്തരത്തിലൊക്കെ എന്നോട് പറയേണ്ട ആളുകൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നതും. പിന്നീട് ഒരു മാറ്റം ഉണ്ടായത് എന്താണെന്നുള്ളത് വിശദീകരിക്കേണ്ടത് മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്ത ആളുകളാണ്. എനിക്ക് അതിനകത്ത് ഒരു ഉത്തരവില്ല. കൊടുക്കുക എന്ന് പറഞ്ഞാലേ മേയറായി അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് തന്നെയാണ് പരിഗണിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പൊ എന്തെങ്കിലും ഒരു ചരടുവലിയോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു സമ്മർദ്ദമോ വന്നിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലാതെ ഇത് മാറാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ തീരുമാനത്തിന് ചുക്കാൻ പിടിച്ചവരാണത് പറയേണ്ടത്. എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു കൊച്ചി നഗരസഭ തിരിച്ചു പിടിച്ച് ഏറ്റവും ഭംഗിയായി ഭരിച്ചു മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. മാനദണ്ഡം ലംഘിച്ചു എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അജയ് തറയലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളും അതേ വാദം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് സംഭവിച്ചത്? അല്ല, KPCC സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPCയുമായി അതിന് പറയേണ്ട പ്ലാറ്റ്ഫോമിൽ ഞാനത് പറയും. അതിൻ്റെ അകത്ത് പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മുമ്പോട്ടുള്ള പാർട്ടിയുടെ പ്രയാണത്തിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. KPCC എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ബോഡിയാണ്. KPCC കൊടുക്കുന്ന സർക്കുലർ പ്രകാരം വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എങ്ങനെ വേണമെന്ന് അതിൽ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.